ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എനർജി ബാൻഡ് തിയറിയാണ്. അന്നേരം ഇതിനകത്ത് എനർജി ബാൻഡ് തിയറി എന്താണെന്നും പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഈ എനർജി ബാൻഡ് തിയറി ബേസ് ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ, മെറ്റീരിയൽസിനെ മൂന്നായിട്ട് നമുക്ക് മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്യാം. കണ്ടക്ടേഴ്സ് എന്നും, സെമി കണ്ടക്ടേഴ്സ് എന്നും, ഇൻസുലേറ്റേഴ്സ് എന്നും. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എനർജി ബാൻഡ് തിയറി നോക്കാം. അന്നേരം നമുക്ക് ആദ്യം ഒരു സിംഗിൾ ഐസൊലേറ്റഡ് ആറ്റം നമുക്ക് കൺസിഡർ ചെയ്യാം. അന്നേരം ഒരു സിംഗിൾ ഐസൊലേറ്റഡ് ആറ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇലക്ട്രോൺസിന്, ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന് ഡെഫിനിറ്റ് എനർജി ആയിരിക്കും ഉള്ളത്. പക്ഷേ നമ്മളൊരു സോളിഡ് കൺസിഡർ ചെയ്യുമ്പം അതിനകത്തുള്ള എല്ലാ ആറ്റംസും ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, എന്ന് വെച്ചാൽ അടുത്തടുത്തായിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ എനർജി ലെവൽസ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോൺസിനെ അഫക്റ്റ് ചെയ്യും. ഈ എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോൺസിനെ അഫക്റ്റ് ചെയ്യും. ഈ നൈബറിങ് ആറ്റത്തിൻ്റെയൊക്കെ എഫക്റ്റ് മൂലം ഔട്ടർ മോസ്റ്റിലുള്ള ആ ഇലക്ട്രോൺസിൻ്റെ ആ എനർജി ലെവൽസ് എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. ഈ രണ്ട് സിംഗിളായിട്ടുള്ള അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ആറ്റംസ് അടുത്ത് വരുമ്പോൾ അതിനകത്തുള്ള ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ്, ഈ രണ്ട് ആറ്റത്തിൻ്റെയും ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യും, ബോണ്ടിങ്ങിലൊക്കെ ഏർപ്പെടുമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഇൻട്രാക്ഷൻ മൂലം അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്. എന്താണ്, ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോൺസിനെ, ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോൺസിനെ അടുത്ത നൈബറിങ് അറ്റോമിക് ന്യൂക്ലിയസ് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ആവും. അതുകൊണ്ട് ഈ ഇലക്ട്രോൺസിൻ്റെ എനർജീസ് എന്ന് പറയുന്നത് എന്തായിരിക്കത്തില്ല, സെയിം എനർജീസ് ആയിരിക്കുകയില്ല. അപ്പോൾ ഈ എനർജി ലെവൽസ്, ഈ ഇലക്ട്രോൺസിൻ്റെ എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഒറിജിനൽ എനർജി ലെവലിനെക്കാട്ടിയും കൂടാനും അതേപോലെ ഒറിജിനൽ എനർജി ലെവലിനെക്കാട്ടിയും കുറയാനുമുള്ള ചാൻസസ് ഉണ്ട്. സോ നമുക്കിങ്ങനെ പറയാം, ഈ ഇലക്ട്രോൺസിന്, ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന് എക്സിബിറ്റ് ചെയ്യുന്ന ഡിഫറൻറ്റ് എനർജി ലെവൽസ് ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് എനർജി ലെവൽസിലുള്ളതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എനർജി ബാൻഡ്സ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മളൊരു ഐസൊലേറ്റഡ് ആറ്റം കൺസിഡർ ചെയ്താൽ ഇലക്ട്രോൺസ്, ഓരോ ഓർബിറ്റിലുമുള്ള ഇലക്ട്രോൺസിന് ഡെഫിനിറ്റ് എനർജി ആയിരിക്കും. പക്ഷേ ഒരു സോളിഡിൽ എല്ലാ ആറ്റംസും എന്താണ്, ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് നൈബറിങ് ആറ്റംസുമായിട്ട് ഉള്ള എന്താണ്, ആറ്റവുമായിട്ട് ആറ്റത്തിൻ്റെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബോണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രോൺസിന്, ഓരോ ഇലക്ട്രോൺസിനും വേറെ ഒരു ആറ്റത്തിൻ്റെ, തൊട്ടടുത്തുള്ള ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ മൂലമൊക്കെ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആ ഡിഫറൻറ്റ് എനർജി ലെവൽസിലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഗ്രൂപ്പിംഗ് ഓഫ് ദിസ് ഡിഫറൻറ്റ് എനർജി ലെവൽസ് ഈസ് കോൾഡ് എനർജി ബാൻഡ്. അങ്ങനെ ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എനർജി ബാൻഡ്സ്. ഇതിൻ്റെ ഫിഗർ കൊടുത്തിരിക്കുകയാണ്. ആദ്യം കാണിച്ചിരിക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ ആറ്റത്തിന് എന്താണ്, ഒരു പർട്ടിക്കുലർ ഒരു സ്റ്റേബിളായിട്ടുള്ള അതിൻ്റെ ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോൺസിനെല്ലാം ഒരു ഫിക്സഡ് എനർജി ലെവൽസ് ആയിരിക്കും. അടുത്ത ക്രിസ്റ്റലൈൻ സോളിഡ് ആകുമ്പോഴത്തേക്കും എന്താണ്, ഇതേപോലെയുള്ള കുറേ ആറ്റംസ് അടുത്തടുത്ത് ചേർന്ന് വരും. അന്നേരം അതിന് എന്താണ്, ഒരു ഇലക്ട്രോണിന് അതിൻ്റെ നൈബറിങ് ആറ്റത്തിൻ്റെയും കൂടെയും എഫക്റ്റ് വരും. അങ്ങനെ അതിൻ്റെ എനർജി ലെവൽസ് വേരി ചെയ്യും. അന്നേരം ഒരു ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ എനർജി ലെവൽസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാൻഡ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതേസമയം നമ്മളൊരു സോളിഡ് കൺസിഡർ ചെയ്താൽ അതിൻ്റെ കേസിൽ ഈ എനർജി ലെവൽസ് എന്ന് പറയുന്നത് റേഞ്ചസ് ഓഫ് എനർജി ലെവൽസ് ആയിട്ട് മാറും. മറ്റേതിനകത്ത് ഡിസ്ക്രീറ്റ് വാല്യൂ ആയിരിക്കും, ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും എനർജി ലെവൽസിനുള്ളത്. അതേസമയം ഇതിൻ്റെ കേസിൽ വരുമ്പോൾ എന്താണ്, ഒരു സോളിഡ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ റേഞ്ചസ് എന്ന് പറയുക ഒരു റേഞ്ചസ് ഓഫ് എനർജി ലെവൽസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എനർജി ബാൻഡ് നോക്കാം. എനർജി ബാൻഡ് എന്ന് പറയുന്നത് സോളിഡ്സിൻ്റെ കേസിൽ ഒരു നമ്പർ ഓഫ് എനർജി ബാൻഡ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 3 എനർജി ബാൻഡ്സ് ആണ്. അതാണ് നമ്മൾ ഒരു സോളിഡിൻ്റെ ബിഹേവിയറും മറ്റുമെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 3 എനർജി ബാൻഡ്സാണ് നമ്മൾ
യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ എനർജി ബാൻഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ഫോർബിഡൻ ബാൻഡ്. ഫോർബിഡൻ ബാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ഇടയിലായിട്ടുള്ള ബാൻഡിനെയാണ് നമ്മൾ ഫോർബിഡൻ ബാൻഡ് അല്ലെങ്കിൽ ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ സോളിഡ്സിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ബിഹേവിയർ, ഓരോ സോളിഡ് മെറ്റീരിയലിനും ഡിഫറെൻ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും. അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഈ എനർജി ബാൻഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മളൊരു സോളിഡ്സിൻ്റെ കേസിലുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അന്നേരം നമുക്ക് ഓരോന്നും നോക്കാം. വാലൻസ് ബാൻഡ് എന്താണ്, കണ്ടക്ഷൻ ബാൻഡ് എന്താണ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്താണെന്ന് നോക്കാം. ആദ്യം വാലൻസ് ബാൻഡ് നോക്കാം. The range of energies possessed by valence electrons is known as valence band. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺസ് പോസസ് ചെയ്യുന്ന ആ എനർജിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ഇനി കണ്ടക്ഷൻ ബാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇൻ സർട്ടൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെറ്റൽസ് വാലൻസ് ഇലക്ട്രോൺസ് ആർ നോട്ട് ടൈറ്റ്ലി ഹെൽഡ് ബൈ ന്യൂക്ലിയസ് ആൻഡ് ഹെൻസ് ദേ ക്യാൻ ബിക്കം ഫ്രീ ഇലക്ട്രോൺസ്. These free electrons are responsible for conduction and hence these electrons are known as conduction electrons. The range of energies possessed by conduction electrons is known as conduction band. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളിഡിനകത്ത് തന്നെ പല രീതിയിലുള്ള മെറ്റീരിയൽസ് വരും. അതിനകത്ത് മെറ്റൽസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മെറ്റൽസിനകത്തുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ടൈറ്റ്ലി ഹെൽഡ് ആയിരിക്കുകയില്ല. അന്നേരം അതിന് ഫ്രീ ഇലക്ട്രോൺസ് അതിനകത്ത് കാണും. ഈ ഫ്രീ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ കണ്ടക്ഷൻ പോസിബിൾ ആവും. അന്നേരം ഇങ്ങനെ മൂവ് ചെയ്യാൻ കഴിവുള്ള ആ ഫ്രീ ഇലക്ട്രോൺസിന് പറയുന്ന പേരാണ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. അന്നേരം ഈ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് മൂലം ഉണ്ടാകുന്ന ആ ഒരു റേഞ്ച് ഓഫ് എനർജീസിനെയാണ് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എനർജി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്താണെന്ന് നോക്കാം. The separation between conduction band and valence band energy level diagram is known as forbidden energy gap. കണ്ടക്ഷൻ ബാൻഡിൻ്റെയും വാലൻസ് ബാൻഡിൻ്റെയും എനർജിയുടെ ഇടയ്ക്കുള്ള ആ ഒരു സെപ്പറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ മൂലം പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു എനർജി ലെവൽസിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എനർജി എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ഒരു മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതുമൂലം പ്രോസസ്സ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എനർജി എന്ന് പറയുന്നത്. ഈ കണ്ടക്ഷൻ ബാൻഡിൻ്റെയും വാലൻസ് ബാൻഡിൻ്റെയും ആ ഒരു സെപ്പറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അത് തമ്മിലുള്ള ആ ഒരു സെപ്പറേഷനെയാണ് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ എനർജി ബാൻഡിൻ്റെ ഡയഗ്രമാണ്, എനർജി ബാൻഡ് ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. താഴെയുള്ളത് വാലൻസ് ബാൻഡ്, മേളിൽ കണ്ടക്ഷൻ ബാൻഡ്. ഈ വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും കൂടെ സെപ്പറേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി ഫോർബിഡൻ ഗ്യാപ്പാണ് ഏറ്റവും മേജർ റോള് പ്ലേ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഒരു മെറ്റീരിയലിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ മേജർ റോള് പ്ലേ ചെയ്യുന്നത് ആരാണ്, ഫോർബിഡൻ ഗ്യാപ്പാണ്. അന്നേരം ഈ ഫോർബിഡൻ ഗ്യാപ്പിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ സോളിഡ്സിനെ, മെറ്റീരിയൽസിനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്ന് മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആദ്യം നമുക്ക് ഇൻസുലേറ്റേഴ്സ് നോക്കാം. ഇൻസുലേറ്ററിൻ്റെ കേസിൽ ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഏതാണ്ട് 5 ഇലക്ട്രോൺ വോൾട്ടോ അതിന് മേളിലോ ആയിരിക്കും ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിലുള്ള ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അന്നേരം ഈ ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ വാലൻസ് ബാൻഡ് ഏറ്റവും താഴെ, കണ്ടക്ഷൻ ബാൻഡ് മേളിൽ. അന്നേരം ആ ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ വാലൻസ് ബാൻഡിൽ നിന്നും ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ പറ്റുകയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് നടക്കുകയില്ല, കണ്ടക്ഷൻ നടക്കുകയില്ല. അതുകൊണ്ടാണ് അതിനെ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അന്നേരം ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് 5 ഇലക്ട്രോൺ വോൾട്ടിനെക്കാട്ടിയും അല്ലെങ്കിൽ അതിന് മേളിലായിരിക്കും ഈ ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി കണ്ടക്ടേഴ്സിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്തെത്തണമെങ്കിൽ എന്തായിരിക്കണം, ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം.
ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈ ഗ്യാപ്പ് ഇല്ലെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അന്നേരം ഇലക്ട്രോൺസിന് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഈസി ആയിട്ട് പോകാൻ സാധിക്കും. ഇനി അടുത്ത് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും ഈ ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് മറ്റേ ഇൻസുലേറ്ററിൽ പറഞ്ഞതിൻ്റെ അത്രയും വൈഡല്ല, കുറച്ചുകൂടെ ചെറുതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും ഈ ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ചുരുക്കി പറയാം, റൂം ടെമ്പറേച്ചർ മതി ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ. വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാനുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ റൂം ടെമ്പറേച്ചർ മതി. അങ്ങനെ എന്ന് വെച്ചാൽ വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അന്നേരം സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ദ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹീറ്റ് ഓഫ് റൂം ടെമ്പറേച്ചർ ഈസ് സഫിഷ്യൻറ്റ് ടു ലിഫ്റ്റ് ഇലക്ട്രോൺ ഫ്രം ബാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. അതുകൊണ്ട് നമുക്ക് പറയാം, റൂം ടെമ്പറേച്ചറിൽ സെമി കണ്ടക്ടറിന് എന്തിനുള്ള കഴിവുണ്ട്, ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി ഫിഗറിൽ കാണുന്നത് എനർജി ബാൻഡ്സ് ആണ്. എന്തിൻ്റെയൊക്കെ, കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും സെമി കണ്ടക്ടേഴ്സിൻ്റെയും കേസിലുള്ള എനർജി ബാൻഡ്സ് ആണ് ഈ ഫിഗറിനകത്ത് കാണുന്നത്. അപ്പോൾ കണ്ടക്ടേഴ്സിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും രണ്ടും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേസമയം ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിലാണെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് >5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഏതാണ്ട് 6 ഇലക്ട്രോൺ വോൾട്ടാണ് എനർജി ഗ്യാപ്പ് കാണിക്കുന്നത്. അന്നേരം വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ ജമ്പ് പോസിബിൾ അല്ല. അതേസമയം സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിലാകുമ്പോൾ ഈ ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കുറവായിരിക്കും. ഏതാണ്ട് 1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെമി കണ്ടക്ടേഴ്സ് നോക്കാം. ആദ്യം നമുക്ക് ഈ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അന്നേരം കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റണം, ആ മെറ്റീരിയലിൽ കൂടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് നടക്കുന്നു എന്ന് പറയാൻ പറ്റൂ, കറണ്ട് ഫ്ലോ നടക്കുന്നു എന്ന് പറയാൻ പറ്റൂ. അന്നേരം കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു, കണ്ടക്ടേഴ്സിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ലാറ്റേഴ്സിൽ കൂടി എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അന്നേരം ആ കണ്ടക്ടറിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും, ആ ഇലക്ട്രോൺസിൻ്റെ 1 ഡയറക്ഷനിലോട്ട് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുകയും ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുകയും ചെയ്യും. ഈ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾസാണ് അലൂമിനിയം, കോപ്പർ, സിൽവർ, ഗോൾഡ് എന്നൊക്കെ പറയുന്നത്. എന്തിന് എക്സാമ്പിൾസാണ്, കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾസാണ്. ഇനി ഇൻസുലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസുലേറ്റർ അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് നോൺ കണ്ടക്ടേഴ്സ്. ഇൻസുലേറ്റർ അല്ലെങ്കിൽ നോൺ കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തില്ല, ഈ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇല്ല. അതേപോലെ ടൈറ്റ്ലി ആയിട്ട് ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് നടക്കാൻ പറ്റില്ല, ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നതെല്ലാം ആ ഇലക്ട്രോൺസ് എല്ലാം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചേക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാനൊന്നും പറ്റിയല്ല. അന്നേരം ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ അതിനകത്ത് കണ്ടക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയില്ല. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഏതാണ്ട് മില്യൺസ് ഓഫ് ഓം പെർ മീറ്ററൊക്കെ ആയിരിക്കും ഇതിൻ്റെ കേസിലുള്ള ആ ഒരു റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത്. അന്നേരം ഇതിന് എക്സാമ്പിൾസാണ്, ഇൻസുലേറ്ററിന് എക്സാമ്പിളാണ് നമുക്കറിയാം പ്ലാസ്റ്റിക്, വുഡ്, സെറാമിക്സ്, അതേപോലെയുള്ള എല്ലാം എന്തിന് എക്സാമ്പിൾസാണ്, ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾസാണ്. നമ്മൾ ഇവിടെ അധികവും ഡിസ്കസ് ചെയ്യുന്നത് ഈ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന മെറ്റീരിയൽസിലാണ്. അന്നേരം സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സിലിക്കൺ, ജെർമേനിയം, ഗാലിയം ആർസനൈഡ്, ഇതൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗുഡ് കണ്ടക്ടേഴ്സുമല്ല, അതേപോലെ ഗുഡ് ഇൻസുലേറ്റേഴ്സുമല്ല. എന്ന് വെച്ചാൽ നമുക്ക് പറയാം സെമി കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തല്ല, ഒരു ഗുഡ് കണ്ടക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഗുഡ് കണ്ടക്ടർ അല്ല, അതേപോലെ ഗുഡ് ഇൻസുലേറ്ററുമല്ല. എന്ന് വെച്ചാൽ അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ട് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അതെന്തായിട്ടും വർക്ക് ചെയ്യും, ഇൻസുലേറ്ററായിട്ടും വർക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ലോ ടെമ്പറേച്ചറിൽ എന്ന് വെച്ചാൽ 0 കെൽവിനിൽ അത് എന്തായിട്ട് വർക്ക് ചെയ്യും? ഇൻസുലേറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യും. സെമി കണ്ടക്ടർ ലോ ടെമ്പറേച്ചറിൽ, വെരി ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ 0 കെൽവിനിൽ ഈ സെമി കണ്ടക്ടേഴ്സ് എന്തായിട്ട് വർക്ക് ചെയ്യും? ഇൻസുലേറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യും. അതേസമയം റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഈ സെമി കണ്ടക്ടറിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? കണ്ടക്ഷൻ നടത്താനുള്ള കഴിവുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ വരുമ്പോൾ സെമി കണ്ടക്ടറിൽ അധികവും ഇലക്ട്രോൺസ് കോവാലന്റ് ബോണ്ടിലൊക്കെ ആയിരിക്കും ഏർപ്പെട്ടിരിക്കുന്നത്. അന്നേരം റൂം ടെമ്പറേച്ചറിലാകുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആ ഫ്രീ ഇലക്ട്രോൺസ് മൂലം എന്ത് നടക്കും? കറണ്ട് കണ്ടക്ഷൻ നടക്കും. ഓക്കെ, അന്നേരം ആ ഒരു പ്രോസസ്സാണ് സെമി കണ്ടക്ടറിൽ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം സെമി കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 0 കെൽവിനിൽ അത് ഇൻസുലേറ്ററായിട്ട് വർക്ക് ചെയ്യും. റൂം ടെമ്പറേച്ചറിൽ അതെന്തായിട്ട് വർക്ക് ചെയ്യും? കണ്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്യും. ഇതാണ് സെമി കണ്ടക്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടി. അന്നേരം ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് സെമി കണ്ടക്ടർ ഈസ് ദാറ്റ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ പറഞ്ഞു 0 കെൽവിനിൽ അതെന്തായിട്ട് വർക്ക് ചെയ്യും? ഇൻസുലേറ്റർ. റൂം ടെമ്പറേച്ചറിലോട്ട് വരുമ്പം അതെന്തായി മാറും? കണ്ടക്ടർ ആയി മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ്, ഇൻസുലേറ്ററിന് റെസിസ്റ്റൻസ് കൂടുതലാണ്. അന്നേരം അത് റൂം ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ട് ഇരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം സെമി കണ്ടക്ടർ ഹാസ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. സെമി കണ്ടക്ടറിനുള്ള ആ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്താണ്? സെമി കണ്ടക്ടർ ഹാസ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇപ്പോൾ നമുക്ക് സെമി കണ്ടക്ടേഴ്സിനെ പറ്റി ഇങ്ങനെ പറയാം. ദ മെറ്റീരിയൽസ് ഹാവിങ് കണ്ടക്ടിവിറ്റി ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആർ നോൺ ആസ് സെമി കണ്ടക്ടർ. കണ്ടക്ടറിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിൽ കണ്ടക്ടിവിറ്റി വരുന്ന മെറ്റീരിയലിനെ നമുക്ക് എന്തെന്ന് പറയാം? സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഇൻ സെമി കണ്ടക്ടേഴ്സ് വെരി ലോ ടെമ്പറേച്ചർ ദ വാലൻസ് ബാൻഡ് ഈസ് ഓൾമോസ്റ്റ് ഫിൽഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് ഓൾമോസ്റ്റ് എംപ്റ്റി. നമ്മൾ പറഞ്ഞു എന്താണ്? ലോ ടെമ്പറേച്ചറിൽ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇൻസുലേറ്ററായിട്ട് ബിഹേവ് ചെയ്യും. ഇൻസുലേറ്റർ ആകുമ്പോൾ അവിടെ എന്തേ ഉള്ളൂ? വാലൻസ് ബാൻഡിൽ മാത്രമേ ഇലക്ട്രോൺസ് കാണൂ. കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യത്തില്ല? ജമ്പ് ചെയ്യത്തില്ല. അന്നേരം കണ്ടക്ഷൻ ബാൻഡിൽ ഓൾമോസ്റ്റ് എംപ്റ്റി ആയിരിക്കുമെന്ന് നമുക്ക് പറയാം. അതേസമയം അറ്റ് റൂം ടെമ്പറേച്ചർ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ആർ പാർഷ്യലി ഫിൽഡ് ആൻഡ് ദ സ്മാൾ എനർജി ഗ്യാപ്പ് ഈസ് എബൌട്ട് 1 ഇലക്ട്രോൺ വോൾട്ട്. സെമി കണ്ടക്ടറിൻ്റെ കേസിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ടുമായിരിക്കും. വാലൻസ് ബാൻഡിലും കണ്ടക്ഷൻ ബാൻഡിലും ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പാർഷ്യലി ഫിൽഡുമായിരിക്കും എപ്പോൾ? റൂം ടെമ്പറേച്ചറിൽ. പിന്നെ അതേപോലെ നമുക്ക് അടുത്ത നോക്കേണ്ട ഒരു സെമി കണ്ടക്ടറിൻ്റെ കേസിൽ അറിയേണ്ട ഒരു ടോപ്പിക്കാണ് സെമി കണ്ടക്ടറിനെ നമുക്ക് 2 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും. അപ്പോൾ നമുക്ക് ആദ്യം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. എ സെമി കണ്ടക്ടർ ഇൻ എക്സ്ട്രീംലി പ്യുവർ ഫോം ഈസ് നോൺ ആസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. എന്ന് വെച്ചാൽ ഒരു സെമി കണ്ടക്ടർ പ്യുവർ ഫോമിലുള്ള ഒരു സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് സിലിക്കൺ, ജെർമേനിയം പോലെയുള്ള സെമി കണ്ടക്ടറാണ് നമ്മൾ സാധാരണയായിട്ട് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറായിട്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സിലിക്കണിനും ജെർമേനിയത്തിനും വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 4 ആണ്. 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഈ സിലിക്കണിനും ജെർമേനിയത്തിനും ഉള്ളത്. ഈ 4 വാലൻസ് ഇലക്ട്രോണും നൈബറിങ് ആറ്റംസുമായിട്ട് എന്തിലേർപ്പെടും? കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടും. എന്ന് വെച്ചാൽ ഒരു സിലിക്കൺ അടുത്ത സിലിക്കണുമായിട്ട്, നൈബറിങ് സിലിക്കണുമായിട്ട് അടുത്തതിൻ്റെയും ഔട്ടർ മോസ്റ്റിൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. ഈ സിലിക്കണിൻ്റെയും ഔട്ടർ മോസ്റ്റിൽ എത്രയാണ്? 4 ആയിരിക്കും. ഈ 4 ഇലക്ട്രോണും അങ്ങോട്ടും ഇങ്ങോട്ടും കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടുമ്പോൾ അതിന് രണ്ടിനും 8 ഇലക്ട്രോൺസ് വീതം കിട്ടി. നമുക്ക് അത് ആ ഒരു സ്ഥിരത സംഭരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ സിലിക്കണും ജെർമേനിയത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ഇലക്ട്രോൺസ് ആയിരിക്കും. ഇതെന്തിൽ ഏർപ്പെട്ടിരിക്കും? കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചു സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോയിൽ ഈ ബോൺസ് എല്ലാം സ്ട്രോങ് ആയിട്ടിരിക്കും. എന്ന് വെച്ചാൽ വാലൻസ് ഇലക്ട്രോൺസേ കാണൂ,
ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും കാണുകയില്ല. അതുകൊണ്ട് അത് എന്തായിട്ടാണ് പ്യുവർ ഇൻസുലേറ്ററായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, റൂം ടെമ്പറേച്ചറിലോട്ട് വരുമ്പോഴത്തേക്കും ഈ നമ്മൾ പറഞ്ഞില്ലേ അടുത്തുള്ള നൈബറിങ് ആറ്റംസുമായിട്ട് എന്താണ് കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. റൂം ടെമ്പറേച്ചറിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഈ ബോണ്ട് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യുകയും ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആ ഒരു ഫ്രീ ഇലക്ട്രോൺസ് മൂലം കറണ്ട് കണ്ടക്ഷനും കാര്യങ്ങളുമെല്ലാം നടക്കും. അതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. നമ്മളിപ്പം പറഞ്ഞ കാര്യമാണ് ഡയഗ്രത്തിൽ കാണുന്നത്. സിലിക്കൺ നൈബറിങ് സിലിക്കണുമായിട്ട് എന്താണ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നു. അന്നേരം നമുക്ക് ഈ നടുക്കുള്ള സിലിക്കൺ വെച്ച് നോക്കാം. നടുക്കുള്ള സിലിക്കൺ എന്ന് പറയുന്നത് ചുറ്റുമുള്ള 4 സിലിക്കണുമായിട്ട് കണ്ടോ, സിലിക്കൺ ആറ്റംസുമായിട്ട് നൈബറിങ് സിലിക്കൺ ആറ്റംസുമായിട്ട് എന്താണ് ആ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നു. അതേപോലെ അടുത്ത സിലിക്കൺ എന്ന് പറയുന്നതും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടുകയും ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഓരോ സിലിക്കൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. മറ്റേ നൈബറിങ് ആയിട്ടുള്ളതിൻ്റെ 4 ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നത് മൂലം അവരെന്താണ് ആ ഒരു സ്റ്റേബിൾ കണ്ടീഷനിലോട്ട് എത്തിച്ചേരും. അതാണ് ഈ ഫിഗർ കൊടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ എന്ത് സംഭവിക്കും? ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും അതുമൂലം ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് പറയുന്ന വേറൊരു പേരാണ് പ്യുവർ സെമി കണ്ടക്ടർ. അതിന് വളരെ കുറച്ച് കണ്ടക്ടിവിറ്റി റൂം ടെമ്പറേച്ചറിലുണ്ട് എന്നുള്ള കാര്യമെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആ ഒരു സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. എന്ത് ചെയ്ത്? കുറച്ച് ഇമ്പ്യൂരിറ്റിയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സെമി കണ്ടക്ടർ മെറ്റീരിയലിലോട്ട് കുറച്ച് ഇമ്പ്യൂരിറ്റിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? ഈ കണ്ടക്ടറിൻ്റെ, ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ്. ഈ ഡോപ്പിംഗ് മുഖേന നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഈ ഇമ്പ്യൂരിറ്റി വേണമെങ്കിൽ എന്താവാം? അക്സെപ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ ഹോൾസോ പ്രൊഡ്യൂസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ഡോണർ അല്ലെങ്കിൽ അക്സെപ്റ്റർ ആവാം. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണോ അല്ലെങ്കിൽ ഹോൾസ് ആണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ആ ഇമ്പ്യൂരിറ്റിയെ നമുക്ക് ഡോണേഴ്സ് എന്നോ അക്സെപ്റ്റേഴ്സ് എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. ഇനി ഒരു ഡോപ്പിംഗ് റേറ്റ് ഉണ്ട്. ഡോപ്പിംഗ് ഈസ് ഡൺ അറ്റ് എ റേറ്റ് സച്ച് ദാറ്റ് only 1 atom of impurity is added per 10⁻⁶ to 10⁻10 semiconductor atoms. അതാണ് ഡോപ്പിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നോക്കാം. നമ്മൾ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി, നമ്മൾ ഇതിനകത്ത് ഡോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ്. അങ്ങനെ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഡോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു, എൻ ടൈപ്പ് എന്നും പി ടൈപ്പ് എന്നും. അത് എൻ ടൈപ്പ് എന്താണെന്ന് നോക്കാം. എൻ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഫ് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഈസ് ആഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള, പെൻറ്റാവാലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വേണം? 5 ഇലക്ട്രോൺസ് ഉള്ള ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് വരുന്നതെന്ന് വെച്ചാൽ 5th ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ആ 5th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അന്നേരം ഈ 5th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോസ്ഫറസ്, ആൻറ്റിമണി, ആർസനിക്, അങ്ങനെയുള്ള 5th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഈ നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിയിൽ? 5 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. സിലിക്കൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആയിരുന്നു? 4 ഇലക്ട്രോൺസ് ആയിരുന്നു. അപ്പോൾ കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടുമ്പം സിലിക്കണ് എത്ര ഇലക്ട്രോൺസ് ആണ് വേണ്ടുന്നത്? 4 എണ്ണം മതി. ഇപ്പോൾ ഈ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തപ്പോൾ 5 ഇലക്ട്രോൺസ് ഉണ്ട്.
അന്നേരം ഒരു ഇലക്ട്രോൺ ഇതുമായിട്ട് കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടാതെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് പറയാം ഈ ഇമ്പ്യൂരിറ്റി നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത് മൂലം എന്താണ് അതിന് ഡൊണേറ്റ് ചെയ്യുകയാണ്, ഒരു ഫ്രീ ഇലക്ട്രോണിന് ഡൊണേറ്റ് ചെയ്യുകയാണ്. ഈ ഇലക്ട്രോൺ മൂലം കണ്ടക്ഷൻ നടക്കും. ഈ ഇലക്ട്രോണിന് നമ്മൾ ഒരു ഇലക്ട്രോണിനെയും കൂടെയും എക്സ്ട്രാ ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയെ ആഡ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെ നമ്മൾ പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയെ നമുക്ക് ഇങ്ങനെയും വിളിക്കാം, ഡോണർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി. കാരണം എന്താണ്, ഒരു ഇലക്ട്രോണിനെ നമ്മൾ ഇതിനകത്തോട്ട് കൊടുത്തു, അതുകൊണ്ട് നമുക്കിതിനെ എന്തെന്ന് പറയാം, ഡോണർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ഈ ഒരു ഡോണർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ഈ അഞ്ചാമത് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഇലക്ട്രോണും പിന്നെ നമ്മൾ ആ റൂം ടെമ്പറേച്ചറിൽ വരുന്ന അല്ലാതെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഫ്രീ ഇലക്ട്രോൺസിൻ്റെയും പ്രസൻസിൽ ഇതിനകത്ത് എന്ത് നടക്കും, കറണ്ട് കണ്ടക്ഷൻ നടക്കും. കൂടാതെ ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി കാരിയർ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് എന്താണ്, ഇലക്ട്രോൺസ് ആണ്. എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണും കൂടെ ആദ്യം നമ്മൾ കൊടുത്തു, അന്നേരം ഇലക്ട്രോൺസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് ഇലക്ട്രോൺ മൂലമായിരിക്കും ഇതിനകത്ത് കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഇലക്ട്രോൺസിനെയാണ് നമ്മളിവിടെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഇലക്ട്രോൺസ് മെജോറിറ്റി കാരിയർ ആകുമ്പോഴത്തേക്കും ഹോളെന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിനകത്ത് ഹോളെന്ന് പറയുന്നതായിരിക്കും ഇതിനകത്ത് മൈനോറിറ്റി കാരിയർ. അന്നേരം ഈ ഡോപ്പിങ്ങും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് മൂലം ഇതിനകത്തുള്ള ഇൻട്രിൻസിക് എനർജി ലെവൽ എന്ന് പറയുന്നത് ഏതാണ്ട് കണ്ടക്ഷൻ എനർജി ലെവൽ എന്ന് പറയുന്നത് ക്ലോസ് ടു കണ്ടക്ഷൻ ബാൻഡിനോട് ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് അതാണ്. നമ്മൾ ഇതിനകത്തോട്ട് ഒരു ആൻറ്റിമണി ആറ്റം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തൊരു ഫ്രീ ഇലക്ട്രോൺ നിങ്ങൾക്കത് കാണാൻ പറ്റും, ഒരു ഫ്രീ ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള 4 ആൻറ്റിമണിയിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. ബാക്കിയുള്ള 4 സിലിക്കണുമായിട്ട് കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടുകയും ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു ഫ്രീ ഇലക്ട്രോണും പിന്നെ റൂം ടെമ്പറേച്ചറിൽ ബ്രേക്ക് ചെയ്യുന്ന കോവാലൻ്റ് ബോണ്ടിൽ നിന്നുള്ള ഫ്രീ ഇലക്ട്രോൺ മൂലമായിരിക്കും ഇതിനകത്ത് കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത്. ഇനി അടുത്ത് പി ടൈപ്പ് മെറ്റീരിയൽ, പി ടൈപ്പ് സെമി കണ്ടക്ടർ നോക്കാം. നമ്മൾ മറ്റേ എൻ ടൈപ്പിനകത്ത് നമ്മൾ പറഞ്ഞു പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ ആഡ് ചെയ്തത്, 5th ഗ്രൂപ്പ് എലമെൻറ്റ്. അതേസമയം പി ടൈപ്പ് മെറ്റീരിയലിലാകുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ്, അല്ലെങ്കിൽ 3rd ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇതിനകത്ത് മെയിനായിട്ടും ആഡ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയാം. 3rd ഗ്രൂപ്പിലുള്ള ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ഇത്രയും മെറ്റീരിയൽസാണ് നമ്മൾ സാധാരണയായിട്ട് ഇതിനകത്തോട്ട് ഇത്രയും ഇമ്പ്യൂരിറ്റി ആറ്റംസാണ് നമ്മൾ ഇതിനകത്തോട്ട് സാധാരണയായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ ഈ ബോറോൺ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കാണും, 3 ഇലക്ട്രോൺസ് കാണും. അന്നേരം 3 ഇലക്ട്രോൺസേ കാണും. അന്നേരം ഈ 3 ഇലക്ട്രോൺസ് എന്ത് ഫോം ചെയ്യും, കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യും. 3 സിലിക്കൺ ആറ്റംസുമായിട്ട് ഇത് കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടും. അപ്പോൾ ഈ 4th സിലിക്കൺ ആറ്റത്തിന് എന്ത് പറ്റിയല്ല, കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടാൻ പറ്റിയല്ല. അതായത് 4th കോവാലൻ്റ് ബോണ്ട് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റായി തീരും. അങ്ങനെ ഒരു വേക്കൻസി എക്സിസ്റ്റ് ചെയ്യുകയും അതുമൂലം അവിടെ എന്ത് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും, ഒരു ഹോള് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ചാർജ് കാരിയർ എന്ന് പറയുന്നത് ഈ ഹോളാണ്. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് അക്സെപ്റ്റർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി. ഈ ബോറോൺ പോലെയുള്ള ആറ്റം ആഡ് ചെയ്യുന്നതിന് ആ ബോറോണിന് പറയുന്ന പേരാണ് അക്സെപ്റ്റർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി. കാരണം അത് 3 അങ്ങ് എടുത്തു, പക്ഷേ അത് അങ്ങോട്ട് അധികം ഒന്നും കൊടുത്തതുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അക്സെപ്റ്റർ ടൈപ്പ് ഇമ്പ്യൂരിറ്റി എന്നാണ്. അങ്ങനെ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഒരു ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. എന്തുമൂലം, ഈ അക്സെപ്റ്റർ ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് മൂലം. അപ്പോൾ നമുക്ക് പറയാം പി ടൈപ്പ് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസാണ്, മൈനോറിറ്റി കാരിയേഴ്സാണ് ഇലക്ട്രോൺസ്. അന്നേരം അവിടെ കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത് ഏത് മൂലമായിരിക്കും, ഈ ഹോൾസ് മൂലമായിരിക്കും കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത്. ഡോപ്പിംഗ് മൂലം ഇൻട്രിൻസിക് എനർജി ലെവൽ എന്ന് പറയുന്നത് ക്ലോസ് ടു വാലൻസ് ബാൻഡ് ആയിരിക്കും ഇതിൻ്റെ കേസിൽ. ഫിഗറിൽ കാണുന്നതാണ് ബോറോൺ എന്ന് പറയുന്ന ഒരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നു. ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പം ഇതിനകത്തുള്ള 3 ഇലക്ട്രോൺസും
കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടുകയും ബോറോണിന് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. അതുമൂലം അവിടെ ബോറോൺ എന്ത് ചെയ്യും, ആ സിലിക്കൻ്റെ അവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെയും കൂടെ അങ്ങോട്ട് എടുക്കുകയും അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഹോൾസ് ഇവിടെ ജനറേറ്റ് ചെയ്യുകയും ഹോൾസ് മൂലം കറണ്ട് കണ്ടക്ഷൻ നടക്കുകയും ചെയ്യും. ഇവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസാണ്. അങ്ങനെ കറണ്ട് കണ്ടക്ഷൻ നടക്കുന്ന ആ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിനെ നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറയും. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയുമാണ് എനർജി ബാൻഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ്, പിന്നെ സെമി കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഇൻട്രിൻസിക് എന്നും എക്സ്ട്രിൻസിക് എന്നും. എക്സ്ട്രിൻസിക്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും. ഓക്കെ, താങ്ക് യു.